ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഏറ്റവും അധികം ആളുകൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആയത് ഗ്രാമ്പൂ വെള്ളവും അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസുകളും ചെയ്തിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ കമൻസ് ഒക്കെ കാണുമ്പോൾ അവരെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന ഒന്നാണ്, ഗ്രാമ്പൂ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുമോ, അല്ലെങ്കിൽ ഗ്രാമ്പൂ വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത്, എപ്പോഴാണ് കുടിക്കേണ്ടത്, ഏത് സമയത്താണ് കുടിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതെല്ലാം ദൂരീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈയിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ക്ലോവ്സ് വാട്ടറും, അതായത് ഗ്രാമ്പൂ വെള്ളവും ഇഞ്ചി വെള്ളവും എപ്പോഴൊക്കെയാണ് കുടിക്കേണ്ടത്, ഏത് സമയത്താണ് കുടിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ആ വീഡിയോയിൽ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഡീച്ചൂസ് വേൾഡ് ക്ലോവ്സ് വാട്ടർ ജിഞ്ചർ വാട്ടർ എന്ന് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഇനി എല്ലാവരും ചോദിക്കുന്ന വേറൊരു സംശയമാണ്, എപ്പോഴാണ് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്. ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു പീരീഡ്സ് എന്നാകും എന്ന് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇറഗുലർ പീരീഡ്സ് ആകുമ്പോഴേക്കും നമുക്ക് ക്ലോവ്സ് വാട്ടർ കുടിക്കേണ്ട ഒരു വിഷയത്തിലും ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും. നോർമലി നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ, അതായത് ആർത്തവ ചക്രം ഏകദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്, 28 ദിവസം കൂടുമ്പോൾ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ 30 ദിവസം 35 ദിവസം എത്രയാണോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ദിവസത്തിൽ വരും എന്ന് എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ അതിനേക്കാളും 1-2 ദിവസം മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ എന്നാണോ നിങ്ങളുടെ പീരീഡ്സ് തുടങ്ങുന്നത് ആ പീരീഡ്സിൻ്റെ ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ ഒരു 6 ദിവസം നിങ്ങൾ ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുക. ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുന്നത് നമ്മുടെ യൂട്രസിലുള്ള ഫുൾ ബ്ലഡ് പുറത്ത്, അതായത് ആ ഒരു സമയത്ത് നമുക്ക് പോകേണ്ടതായിട്ടുള്ള മുഴുവൻ ബ്ലഡും പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ്ങും അതുപോലെ ബ്ലീഡിങ്ങും ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ യൂട്രസിനെ ഒന്ന് ഡിറ്റോക്സ് ചെയ്യാനായിട്ടും അത് സഹായിക്കുന്നു. അതിനുശേഷം എപ്പോഴാണോ നിങ്ങളുടെ ആ പീരീഡ്സ് തീരുന്നത് ആ ദിവസം മുതൽ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ നിങ്ങൾ ക്ലോവ്സ് വാട്ടർ കുടിക്കുക. സെപ്പറേറ്റ് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുമ്പോഴേക്കും അതിൻ്റെ ബെനിഫിറ്റ് മാത്രം നമ്മളുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്ലോവ്സ് വാട്ടർ നമ്മൾ എടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ചെയ്യേണ്ടത് മാക്സിമം നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെയാണ്. അതായത് ഇപ്പോൾ 28 ദിവസം നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേ 1 മുതൽ ഡേ 5 വരെ നിങ്ങൾ ഇഞ്ചിയിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഡേ 6 മുതൽ ഡേ 14 വരെ ഡേ 14 വരെ, അതായത് ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ നിങ്ങൾ കുടിക്കേണ്ടത് ഗ്രാമ്പൂ വെള്ളമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നവർക്ക് ഈ പീരീഡിൻ്റെ 16ാമത്തെ ദിവസം വരെ അല്ലെങ്കിൽ 17ാമത്തെ ദിവസം വരെ അല്ലെങ്കിൽ 18ാമത്തെ ദിവസം വരെ ഗ്രാമ്പൂ വെള്ളം കുടിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതുപോലെ കുടിച്ചാൽ മതിയാകും. ഇനി ഇറഗുലർ ആണ് നിങ്ങളുടെ മെൻസ്ട്രേഷൻ എങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, എന്നാണോ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പീരീഡ് ആയത്, കഴിഞ്ഞ മാസം പീരീഡ് ആയിട്ടുള്ള ആ ഡേറ്റ് നിങ്ങൾ എടുത്തതിന് ശേഷം ആ ഡേറ്റിൽ നിന്ന് ഒരു 14 ദിവസം നിങ്ങൾ അങ്ങോട്ട് കുറയ്ക്കുക. ഏകദേശം ഒരു ലൂട്ടിയൽ ഫേസിൻ്റെ കാലാവധിയാണ് ആ 14 ദിവസം അല്ലെങ്കിൽ ഒരു 17 ദിവസം എന്നൊക്കെ പറയുന്നത്. ഒരു 12 to 14 വരെയാണ് നിങ്ങൾക്ക് ആ ഒരു ലൂട്ടിയൽ ഫേസ് പോകുന്നതെങ്കിൽ അതിന് നോർമൽ ആയിട്ടുള്ള ഒരു ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗർഭധാരണം നടക്കാനായിട്ടുള്ള നല്ലൊരു ടൈം പീരീഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 12 to 14th ഡേ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾ കഴിഞ്ഞ മാസം പീരീഡ് ആയത് ആ പീരീഡ് ആയ ദിവസത്തിനോട് നിങ്ങൾ 14 കുറയ്ക്കുക. അത്രയും ദിവസം വരെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പീരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്തിനെ ഒന്ന് നോക്കുക. പീരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്തിനെ നോക്കിയിട്ട് ഒരു 3-4 മാസം നിങ്ങളൊരു ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് പീരീഡ് ആകുന്ന ദിവസം നിങ്ങളൊന്ന് നോക്കുക. ആ പീരീഡ് ആകുന്ന ദിവസത്തിൽ നിങ്ങൾ ആ ഒരു 14 ആണോ അല്ലെങ്കിൽ 15 ആണോ 16 ആണോ നിങ്ങൾക്ക് വ്യത്യാസം ഏകദേശം നിങ്ങൾ വരുന്നതിൽ. ഇപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ആയത് ജൂൺ 1 വിചാരിക്കുക. ജൂൺ 1 നിങ്ങൾക്ക് പീരീഡായി. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ആയത് മെയ് 1 എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കിയതിന് ശേഷം ഏകദേശം എത്രത്തോളം ഗ്യാപ്പാണ് അവിടെ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഗ്യാപ്പിനോട് നിങ്ങളൊരു 14 അല്ലെങ്കിൽ ഒരു 17 ആ ഇടയ്ക്ക് വരുന്ന ദിവസങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ആ 14ാമത്തെയും 17ാമത്തെയും ദിവസം മുമ്പ് വരെ നിങ്ങൾ ക്ലോവ്സ് വാട്ടർ കുടിക്കുക. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സാധിക്കും. ഏകദേശം ഒരു ലൂട്ടിയൽ ഫേസ് 14 17 ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് വേണ്ടത് 12 to 14 വരെയുള്ള ലൂട്ടിയൽ ഫേസ് ആണ്. ആ സമയത്താണ് നമുക്ക് ഓവുലേഷൻ നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ നല്ലതുപോലെ ഗ്രാമ്പൂ വെള്ളം കുടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിക്ക് മോർണിംഗിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കണം. അതിനുശേഷം നിങ്ങൾ ഗ്രാമ്പൂ വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയെ ഇരട്ടിയാക്കി കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് പീരീഡ് ആകുന്നത് ജൂൺ 14 നിങ്ങൾക്ക് പീരീഡ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ദെൻ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് എന്നാണോ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനേക്കാൾ ഒരു 14 ദിവസം മുൻപായിരിക്കും നമുക്ക് അവിടെ ഓവുലേഷൻ വരുന്നത്. അപ്പോൾ ജൂൺ 14 നിങ്ങളിപ്പോൾ ലാസ്റ്റ് മന്ത് നിങ്ങൾക്ക് പീരീഡ്സ് ആയതെങ്കിൽ ആ ജൂൺ 14 ഡേറ്റ് തന്നെ നമ്മൾ നെക്സ്റ്റ് മന്തും ആകുമെന്ന് എക്സ്പെക്ട് ചെയ്യുക. ദെൻ അതിൽ നിന്ന് നമ്മൾ 14 ദിവസം അങ്ങോട്ട് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോഴേക്കും ജൂൺ 1 അല്ലെങ്കിൽ ഒരു മെയ് 31 ആ ഒരു സമയമായിരിക്കും ഉണ്ടാവുന്നത്. ആ സമയം വരെ നിങ്ങൾ ക്ലോസ് വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം എന്നാണോ നിങ്ങൾ പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാൾ ഒരു 14 ദിവസം മുൻപ് വരെ നിങ്ങൾ ക്ലോസ് വാട്ടർ കുടിക്കുക. ആ 14 ദിവസം നിങ്ങൾ റഫ് ഫിഗർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ഒരു 2-3 മാസത്തെ പീരീഡ് സൈക്കിളിന്റെ ആ ഒരു ഡേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു റിസൾട്ട് കിട്ടും. ഒരു 3 മാസത്തെ മുൻപോട്ടേക്കുള്ള പീരീഡ് സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ്, അതായത് നമുക്ക് പീരീഡ്സ് ഏകദേശം വരുന്നത് ഇത്ര ദിവസത്തെ ഗ്യാപ്പിലാണ് എന്ന് നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ദിവസത്തിനെ ഒരു റഫ് ഫിഗർ ആയിട്ട് ഇപ്പോൾ ലൂട്ടിയൽ ഫേസ് 16 അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് 17 അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് 15 എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അത്രയും ദിവസം വരെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ആ ദിവസം തന്നെയാണോ ഓവുലേഷൻ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എന്നാണോ ഞാനിപ്പോൾ പറഞ്ഞ 14 അല്ലെങ്കിൽ 15 ദിവസം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ആ ദിവസത്തിന് മുൻപ് മുതൽ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പീരീഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 14 ആണെന്ന് പറയുകയാണെങ്കിൽ ജൂൺ 14 മുതൽ 14 ദിവസം എന്നാണോ വരുന്നത് ആ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. ജൂൺ 14 നിങ്ങൾ അടുത്തതായിട്ട് പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസമെങ്കിൽ ജൂൺ 14 നിന്ന് നിങ്ങൾ മുൻപോട്ടേക്ക് കൗണ്ട് ചെയ്യുക. 13, 12, 11, 10 അങ്ങനെ നിങ്ങൾ എണ്ണി 14 ദിവസം നിങ്ങൾ എത്തുക. ഈ 14 ദിവസത്തിന് പിന്നെ നിങ്ങൾ മുൻപോട്ടേക്ക് എണ്ണുക. 13, 12, 11. ഈ 11 ദിവസം മുതൽ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആ ദിവസം തന്നെയാണോ ഓവുലേഷൻ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ ദിവസങ്ങളിൽ നിങ്ങൾ ക്ലോസ് വാട്ടർ കുടിക്കുക. അതിനുശേഷമുള്ള സമയങ്ങളിൽ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം കൂടുതലായിട്ട് നമ്മൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നമ്മൾ കൂടുതലായിട്ട് ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നതാണ് ഈ ഒരു മെത്തേഡിൽ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ ഗ്രാമ്പൂവിൻ്റെ മൊത്തം എഫക്റ്റ് നമ്മൾ ആ 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് കൊണ്ടുവന്ന് തരുമ്പോഴേക്കും അവിടെ നമുക്ക് ആ ഗ്രാമ്പൂവിൻ്റെ യൂസേജ് കൂടുതലാണ്. ഈ യൂസേജ് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് യൂട്രസ് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം മാത്രമൊക്കെ നിങ്ങൾ കുടിക്കുന്നുള്ളെങ്കിൽ അതൊരിക്കലും യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾ ഡേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് അടുത്ത മാസം എന്നാണോ നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നത് എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാൾ ഒരു 14 ദിവസം മുൻപ് വരെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ച് നിർത്തുക. അതിനുശേഷം നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വാഴപ്പഴം കഴിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസി സക്സസ്ഫുൾ ആകും. ഇനിയും ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക കേട്ടോ. കാരണം ഗ്രാമ്പൂ വെള്ളം അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും എഫക്റ്റീവായ ഒരു ടിപ്പാണ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.